വിനീതിന് പണ്ടേ മുതൽ ഇങ്ങനെ ആക്ടിങ്ങിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല വിനീത്. അപ്പോൾ വിനീത് ഇങ്ങനെ എന്നോട് പറഞ്ഞു, എടാ അപ്പോൾ ഞാൻ ഈ തവണ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അളിയ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ആയിട്ടുണ്ട്, അവൻ്റെ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. വിനീത് നീ പോരെ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഇതിനും കൂടി ചെല്ലാണ് അവൻ്റെ അടുത്തേക്ക്. സ്ക്രിപ്റ്റ് മൊത്തം പറഞ്ഞു. അവൻ കേട്ടിട്ട് അവൻ പറഞ്ഞു കൊള്ളാടാ, ഇത് അത്യാവശ്യം നല്ല രസമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഇതിലൊരു ക്യാരക്ടർ നീ ചെയ്യണം. അയ്യോ പ്ലീസ് പ്ലീസ് എന്നെ പ്ലീസ് ഇവിടെ. ഞാൻ പറഞ്ഞു പ്രസാദ് വർക്കി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഈടാ എന്തിനാണ് എന്നെ വിടറ പ്ലീസ് എന്ന് പറഞ്ഞു. വിനീത് ഫുൾ ഡെമോ. ലാസ്റ്റിൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഒരു തുള്ളി ഇങ്ങനെ വെള്ളം വന്നു. ഞാൻ ഭയങ്കര ഇമോഷണലായി. ഞാൻ പറഞ്ഞു ലൈഫിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് ഞാൻ ചോദിക്കാം, വിനീത് പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. വിനീത് എൻ്റെ മുഖത്ത് നോക്കി, ഇനി മേലെ എന്നോട് ചോദിക്കരുത്. ഞാൻ ഇല്ല നീ ചെയ്യുമോ? വിനീത് ഞാൻ ചെയ്യാം. ഏതാ റോള്? ഞാൻ പ്രസാദ് വർക്കി. അതൊന്നും ഇല്ലല്ലോ, ഞാനത് ഉണ്ടാക്കാം പൊലിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു നീ അത് വർക്ക് ചെയ്യ്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഡോക്ടർ പ്രസാദ് വർക്കി നന്നായി പഠിപ്പിക്കും, ശുദ്ധഭാവം. പിള്ളേർക്കൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമായി, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. എന്തായാലും ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ബട്ട് ബിഫോർ ദാറ്റ് എനി ഡൗട്ട്സ്? സർ കല്യാണം കഴിച്ചതാണോ? എനി അതർ ഡൗട്ട്സ്? അങ്ങനെയാണ് വിനീത് വരുന്നത്. വിനീതിനെ ഞാൻ പിടിച്ചിട്ടതാണ്, കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വിനീതിന് ഒരു റോൾ കൊടുക്കണം. അങ്ങനെ വിനീത്, നിവിൻ, അജു ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് പടത്തിൽ ആദ്യം വേണ്ടത് മെയിൻ റോളിൽ നിന്ന് നായികയാണ്. നായകനെ എല്ലാവരും സ്റ്റോറി പറഞ്ഞാൽ അന്നുമില്ലെല്ലാം പറയുന്ന ഇവളുടെ പേരാണ് നസ്രിയ. അപ്പോൾ ഞാൻ പറഞ്ഞു നസ്രിയ എല്ലാവരും മനസ്സിലോടി വരികയാണെങ്കിൽ പിന്നെ എന്തൊന്നും അതിലൊരു പുതുമയുള്ളത്. നസ്രിയ വേണ്ട, നമുക്ക് പുതിയ ആളെ വിളിക്കാം എന്ന് പറഞ്ഞ് ഞാൻ പുതിയ ആളെ അന്വേഷിച്ച് അങ്ങനെ നടക്കുകയാണ്. കാണുന്നവരത്തൊക്കെ ആ വഴി പോകുമ്പോൾ ഒരു പെണ്ണ് കാണാൻ വെച്ചു ഇതിന് അടി ഇവളോ നീ അടികൊള്ളു ആ ലെവലിലായിരുന്നു. ചിന്ത മൊത്തം അങ്ങനെ. ഒരു പെണ്ണ് നടന്നു പോകുമ്പോൾ ഇവിടെ പൂജ വായിക്കാമല്ലോ, ഇതും പറഞ്ഞ് നീ ആൾക്കാരെ അടി വാങ്ങിക്കും മിണ്ടാണ്ടിരി. അങ്ങനെ അശ്രീലോട്ട് വന്ന ഏറ്റവും ലാസ്റ്റാണ്. നമ്മുടെ പടം തുടങ്ങാൻ 3 മാസങ്ങളുള്ള സമയത്താണ് ലാസ്റ്റ് പോയി കണ്ടത്, കഥ പറഞ്ഞു. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ കേട്ടു. എൻ്റെ അടുത്ത് അൽഫോൺസ് വിളിച്ച് പറഞ്ഞായിരുന്നു ഇവളെ ഒരു കിടന്ന റോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു, ഞാനെന്താ വിളിക്കാത്ത ഞാനെന്താ വിളിക്കുക. ചേട്ടാ ഞാൻ കുറേ ആളെ വെയിറ്റ് ചെയ്യണം, എന്താ പറയാത്ത കഥ എന്ന് വെച്ചാൽ അതിൽ ലാസ്റ്റാണ് അവർ കാസ്റ്റ് ചെയ്തത്. അന്ന് ഞാൻ ഉറപ്പിച്ചു എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നു. സ്കൂളിലെ ചെക്കന്മാരൊന്നും നമ്മുടെ ടൈപ്പല്ല. ഒന്നേല് പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ വായി നോക്കി. ഹായ് പൂജ. ആ പക്ഷെ ഒരാളുണ്ട്, ബി ഡിവിഷൻ യാർഡ്ലി. സെക്കൻഡ് നെയിം കുറച്ച് പഴഞ്ചനാ, അവരാണ്. പിന്നെ അത്തായ ഡോക്ടറെ അടുത്ത് അങ്ങനെ ക്യാരക്ടറാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫാദർ മലയാള സിനിമയിൽ ഓൾറെഡി വന്നൊരു ക്യാരക്ടറാണ് ഇത്. ഒരു മോളെ ഇഷ്ടമുള്ള ഒരു അപ്പൻ, എന്ത് പറയാം മോളെന്ത് പറഞ്ഞാലും എടോ എന്നൊക്കെ വിളിക്കണ, അല്ല മോള് എന്നിട്ട് എടോ എന്നൊക്കെ വിളിക്കണ ഒരു അപ്പൻ സ്ഥിരം മലയാള സിനിമയിൽ കണ്ടുവരുന്ന ക്യാരക്ടർ. അപ്പോൾ അതിനകത്ത് ഞാൻ വിചാരിച്ചത് ഞാൻ എന്തായാലും ചെയ്യണ പടം ഒരു പുതിയ പടമാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ആളുടെ സിനിമയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും എല്ലാ സീനിലും എന്തെങ്കിലും പുതുമ കൊണ്ടുവരുന്നതായിരുന്നു എൻ്റെ ഒരു വാശിയായിരുന്നത്. ഞാൻ തുടങ്ങണം മിഥുനെ നമുക്കൊരു പുതിയ ആളെ കൊണ്ടുവരാം. നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെ, മലയാളികൾക്ക് അറിയുന്ന ഒരാളായിരിക്കണം. പക്ഷേ ഫിലിം ഫീൽഡിൽ നിന്ന് വേണ്ട, ഫിലിം സ്റ്റാർ വേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ വല്ല ഫീൽഡിൽ പേര് കേട്ട ഒരാൾ മതി, മലയാളിക്ക് ഇഷ്ടമുള്ള ഒരാൾ മതി. കൊച്ചവസേപ്പിനെ ആദ്യം ചിറ്റിലപ്പള്ളി, ഞാൻ കൊച്ചവസേ ചിറ്റിലപ്പള്ളി ഞാൻ വിളിച്ചു നോക്കിയല്ലോ. അങ്ങനെ ആളുടെ നമ്പറൊക്കെ ഒപ്പിച്ച് ഞാൻ വിളിക്കാൻ പോയതാണ്. ഞാൻ വിചാരിച്ച് 15 ദിവസമെങ്കിലും വേണം പടത്തിൽ. ഞാൻ അത്രയും ബിസിയുള്ള ഒരാൾ 15 ദിവസത്തേക്കൊക്കെ നമ്മുടെ പടത്തിൽ. പിന്നെ പുള്ളി അഭിനയിക്കുന്ന ഉറപ്പില്ലല്ലോ. പുള്ളിനെ വിളിച്ചിട്ട് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്തോ അഭിനയം എന്നൊക്കെ ചോദിച്ചാൽ അയാൾ നിന്നെ ആരും പറഞ്ഞു എന്നെ വിളിക്കാന്നൊക്കെ ചോദിക്കില്ല. മിഥുൻ്റെ അടുത്ത് പറഞ്ഞു കൊച്ചവസേ വേണ്ട. അപ്പോൾ അവൻ പറഞ്ഞു ജോപ്പോൾ അഞ്ചേരി എന്ന് പറഞ്ഞു മിഥുൻ. ഞാൻ ജോപ്പോൾ അഞ്ചേരി ഇവിടെ ഫോട്ടോ നോക്കി ഞാൻ പറയും ഇതുപോലെ എന്ന്. അങ്ങനെ കുറേ പേര് പറഞ്ഞ് ലാസ്റ്റ് മിഥുൻ്റെ അടുത്ത് പറഞ്ഞു രഞ്ജി പണിക്കറായല്ലോ. അപ്പോൾ ഇവൻ്റെ ഗുരുവാണ് പുള്ളി, ഇവൻ്റെ മനസ്സിൽ ഗുരുവായിട്ട് കാണുന്നതാണ് അദ്ദേഹത്തെ. ഞാൻ രഞ്ജി പണിക്കര മുഖം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല, കാരണം പുള്ളിയുടെ ഇതിനു മുമ്പ് പുള്ളി അങ്ങനെ ഇൻ്റർവ്യൂസൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു രഞ്ജി പണിക്കർ എങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ കൊടുമ്പീകരനാണല്ലോ ഈ സ്ക്രിപ്റ്റൊക്കെ എഴുതി ഷിറ്റ് എന്നൊക്കെ എഴുതിയ ആളല്ല. അപ്പോൾ ഞാൻ രഞ്ജി പണിക്കരോ ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞു. ഫോട്ടോ കാണിച്ചപ്പോൾ നല്ല പുഞ്ചിരിക്കുന്നൊരു മുഖം. പോയി കണ്ടാലോ. എന്നെ വിളിച്ചു, സാർ ഇങ്ങനെ എൻ്റെ പേര് ജൂഡ് എന്നാണ്, ഇങ്ങനെ മിഥുൻ പറഞ്ഞിട്ട് വിളിക്കുന്നതാണ്. ആ പറയൂ. ഞാൻ പറഞ്ഞു ഒരു കഥ പറയാനാണ്. എന്നോടോ? അതെ വരൂ, ഇവിടെയാണ് വീട് എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഇരിക്കൂ, കഥ പറഞ്ഞു. ഇതിൽ മത്തായി ഡോക്ടർ ഞാൻ ചെയ്യണോ? എൻ്റെ മുഖത്ത് ഭാവം വരില്ല, ഞാൻ ഭയങ്കര സ്റ്റിഫാണ്, പുള്ളി ഭയങ്കര മസിലാണ്, ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഭയങ്കര ജൂഡ് വിചാരിച്ച പോലെയല്ല, അഭിനയമൊന്നുമില്ല. ഞാൻ സാർ വന്നാൽ മതി, ബാക്കിയാൻ നോക്കിക്കോളാം. അങ്ങനെയാണോ? ശരി. എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ കഥ ഓടുമോ എന്ന് എനിക്കറിയില്ല,
കാരണം എൻ്റെ ഒരു ഏരിയ അല്ല ഇത്, ഈ സിനിമയെ എൻ്റെ സിനിമയല്ല, നിങ്ങൾ വിശ്വസിച്ചിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്, നമ്മൾ വിശ്വസിക്കും സാർ എന്തോ. അങ്ങനെ പുള്ളി വന്നു. പുള്ളി ഫസ്റ്റ് ഡേ പടം തുടങ്ങിയ ഒരു കുറച്ച് നേരം മാത്രം പുള്ളിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. പുള്ളിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ക്യാമറ, സാറേ ഇത് ഇയാളെന്ന് പറഞ്ഞാൽ ഒരു മണ്ടനാണെന്ന് വിചാരിച്ചാൽ മതി, ഇത് പാവമാണ്, എന്ത് ലൈഫിൽ എത്ര വലിയ ഇഷ്യൂ വന്നാലും അങ്ങനെ കാണുള്ളൂ, അങ്ങനെ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി അതിലേക്ക് കയറി. പിന്നെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, അവിടെ ഇരുന്നിട്ട് ഷട്ട് ക്യാമറ ഡോക്ടർ ഓക്കെ ആണോ കുഞ്ഞേ, ഓക്കെ ചേട്ടാ. മോളിത് എങ്ങോട്ടാ? പുറത്തേക്ക് ഒരാളെ കാണാൻ. ഇപ്പൊ പോണ്ട മോളെ, നല്ല മഴ വരുന്നുണ്ട്. അത് സാരല്ലോ അപ്പേ, ഞാൻ മഴയ്ക്കും പോന്നോളാം. പറഞ്ഞാ കേക്ക് മോളെ, ഇപ്പൊ പോവണ്ട. എനിക്കിപ്പോ പോണം. ഇപ്പൊ പോവണ്ട. ഇതെന്തിപ്പം പോയാ? ഞാൻ പറഞ്ഞാണല്ലോ രാവിലെ പോണ കാര്യം. പൊയ്ക്കോ. എടോ ടോമിച്ചാ, അടിപൊളിയായിരുന്നു. പുള്ളി തകർത്തത് ഭയങ്കര. പുള്ളിയുടെ അടുത്ത് ഞാൻ പഠിച്ച പാഠം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു, നമ്മൾ പുള്ളി എത്രയോ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. പക്ഷെ ഇപ്പോഴും പുള്ളി കാണുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടാനുണ്ടോ, ഇനി എനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, ഇപ്പോഴത്തെ പിള്ളേരുടെ എന്തെങ്കിലും ഒരു സാധനം പുതിയ ഐഡിയ കിട്ടുന്നുണ്ടോ, പഠിക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയാണ് പുള്ളി ചിന്തിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് പുള്ളി ആൾക്ക് വലിയ ആൾക്കാരുടെ വിജയം. ഈ വലിയ ആളാവുന്നത് തന്നെ അതുകൊണ്ടാണ്. ഈ ലാൽജു സാറൊക്കെ എത്രയോ പടങ്ങൾ ചെയ്തിട്ടുള്ള എത്രയോ ആൾക്കാർ, മോഹൻലാൽ സാറ്, മമ്മൂക്കയുടെ അടുത്തൊക്കെ ആക്ഷൻ കട്ട് പറഞ്ഞിട്ടുള്ള ആൾ എൻ്റെ പടത്തിൽ വന്നിട്ട് പുള്ളിക്ക് വേണമെങ്കിൽ പറയാം ഈ സീൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ആ സീൻ അങ്ങനെ, പുള്ളി മിണ്ടിയിട്ടും കൂടി ഇല്ല. എന്നിട്ട് ജൂടെ ഏതാണ് ഈ സീൻ, സാറ് ചുമ്മാ ഇരിക്കുന്നു, എന്താ ചെയ്യേണ്ടത് പറയും, തിരിച്ചിട്ട് ഇത് മതി ഒന്നുകൂടി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് മതിയോ, കുറച്ച് ഒന്നുകൂടെ ആക്കാം എന്ന് പറയും. അത്രേ ഉള്ളൂ പുള്ളി. അതല്ലാതെ ഭയങ്കരമായിരുന്നു. എല്ലാവരും ഭയങ്കര. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പടം മൊത്തം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിരിക്കുന്ന സമയത്താണ് ഓരോരുത്തരെ വിളിച്ചിട്ട്, നീ 3 സംവിധായകർ, വിനീത് ശ്രീനിവാസൻ, രഞ്ജി പണിക്കർ, ലാൽ ജോസിന് സ്റ്റാർട്ട് ക്യാമറ. ശരിയാണല്ലോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇവരൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ. കാരണം ആ സമയത്ത് ഞാൻ ഇവരെ മറ്റേ വലിയ സംഭവങ്ങളാന്ന രീതിയിലല്ല കണ്ടത്. ഞാൻ സ്റ്റോറി പറഞ്ഞു കൊടുക്കും, സാർ ഇതാണ് സീൻ എന്ന് പറയുന്നു, അത് പോരാന്ന് പറയുന്നു. മുഖത്ത് മറ്റേ ഇതുണ്ടല്ലോ, ഇവള് മറ്റേ ഇപ്പോൾ പോകണ്ട അന്ന് പോയാലെന്ന് പറയുന്ന ആ ഷോട്ടുണ്ട്, ഇതിൻ്റെ മുഖത്തേക്ക് വരുന്നൊരു ഷോട്ടുണ്ട്. 18 പ്രാവശ്യമാണ് എടുത്ത ആ ടേക്ക്. അതിലേക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ സാറിങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയും, കണ്ണ് കുറച്ചും കൂടി പുറത്തേക്ക് വരട്ടെ സാർ, ഇനിയും ഒരു പ്രാവശ്യം എടുക്കാം. അങ്ങനെ പുള്ളിക്കാരോട് പറയും, എനിക്ക് ഇനിയും പറ്റും, ഇനിയും പറ്റുമോ, വരുത്തു സാർ. കണ്ണ് വീണ്ടും പുറത്തേക്ക് വരും. അവസാനം 12ാമത്തെ ടേക്ക് ആയപ്പോൾ ഞാൻ പറഞ്ഞു, മതി, ഇനി കണ്ണ് പുറത്തേക്ക് വരും, ചിലപ്പോൾ പുറത്തേക്ക് തള്ളി വരും സാർ. പക്ഷെ ആ സീന് എല്ലാവരും ഭയങ്കരമായിട്ട് പറഞ്ഞ ആ സീനാണ്. അങ്ങനെ ഇവരൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ് ഇപ്പോഴും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഞാൻ എന്ന് പറഞ്ഞാൽ വെറും 3 പടത്തിൽ മാത്രം വർക്ക് ചെയ്ത ഒരാൾ ഒരു പടം ചെയ്തു, അത് ഹിറ്റായി. പക്ഷേ എന്നെക്കാളും കഴിവുള്ള ആൾക്കാർ ഇഷ്ടം പോലെ എനിക്കറിയാം. എൻ്റെ വീടിൻ്റെ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഓം ശാന്തി വെച്ചാൽ. അതിനും വലിയ ഭാഗ്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ബന്ധങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും നല്ല ബന്ധമാണ്. ഇവരൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെയാണ് എനിക്ക് ഇതിനേക്കാളും എന്താ പറയുക, ഇത് വിജയിച്ചതിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടമുള്ള കാര്യം അങ്ങനെയാണ്. ഇവരൊക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ടാവുക. നമ്മളൊക്കെ പണ്ട് വിചാരിച്ചിരുന്ന ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്കൊരു വില തരിക. അതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഓം ശാന്തി വെച്ചതിനെ കൊണ്ട് എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങൾ. അതെ, ലാലേട്ടനും മമ്മൂക്കയും മലയാള സിനിമയിലേക്ക് കത്തിക്കയറി വരുന്ന കാലം. കുഞ്ചാക്കോ ബോബൻ അന്ന് 7 വയസ്സ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോഴാണ് മത്തായി ഡോക്ടർ മറ്റെല്ലാ ഡോക്ടർമാരെ പോലെ തന്നെ സ്വന്തം ഭാര്യയുടെ ഡെലിവറി വേറൊരു ഡോക്ടറെ ഏൽപ്പിച്ച് വരാന്തയിലൂടെ ഇതുപോലെ ടെൻഷൻ അടിച്ച് നടന്നത്. സലീമേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു ദിവസം പടത്തിൽ ലൊക്കേഷനിലിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സീനിൽ നായികയുടെ മുടിയിലിരിക്കണ ഒരു ക്ലിപ്പ് എടുക്കാൻ ഒരു കുട്ടി എടുക്കുന്ന സീനുണ്ട്. അപ്പോൾ ഈ സീൻ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവൻ്റെ മോളാണ് ഈ കുട്ടി. അപ്പോൾ അവനും ഭാര്യയും കുട്ടിയും വന്നിട്ടുണ്ട്. ഈ കുട്ടിയുണ്ട്. ഞാൻ കുട്ടിയുടെ അടുത്ത് മോളെ മുടിയിൽ ഇങ്ങനെ വിളിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്യാമറ പറയും, ഈ കുട്ടി എന്നൊക്കെ പറയും. പക്ഷേ എന്ത് ചെയ്തിട്ട് ശരിയാവില്ല. ഈ കുട്ടി മുടി വലിക്കുമ്പോഴേക്കും നമ്മൾക്ക് ക്യാമറ ഓണാക്കുമ്പോൾ ഈ കുട്ടി മുടി വലിച്ചു. ഞാൻ ആദ്യം ഒരു ബുദ്ധി കാണിച്ചു, ക്യാമറയുള്ള ഇതായാലും മുടി വയ്ക്കും, ഒരു മിഠായി വെക്കാമെന്ന് പറഞ്ഞു മുടിയുടെ ഉള്ളിൽ. അപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞു, മോളെ ആദ്യം നീ വെളുത്ത് പറയണം, എടുക്കാൻ നോക്കുമ്പോൾ ചുമ്മാ ഇരിക്കും. ആ സ്ത്രീ പറയും, ഓക്കെ ഏട്ടാ, അല്ല ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആദ്യം ചുമ്മാ ഇരിക്കും, വീണ്ടും ചുമ്മാ ഇരിക്കും മോളെ. അവസാനം കുണ്ടെ പുഴുങ്ങി തന്നെ ഇത് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ ആ സാധനം ലാസ്റ്റ് പറയരുത്, ഇത് മറ്റേ കുണ്ടെ പുഴുങ്ങി തന്നെ ഷോട്ട് വേറെ ഷോട്ടാണ്. പക്ഷെ അത് നീ ഇപ്പോൾ പറയരുതെന്ന് പറഞ്ഞു. ഇല്ല ഏട്ടാ പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഓക്കെ വന്നാൽ അത് അവൾ എടുക്കാൻ പോയി. അപ്പോൾ ഇവൾ പറഞ്ഞു ചുമ്മാ ഇരിക്കും.
ചുമ്മാ ലാസ്റ്റ് ഇവിടെ പറയുകയും ചെയ്തു. പക്ഷേ അപ്പോൾ ആ ഷോയുടെ ആവശ്യമില്ല, ഇവള് പറഞ്ഞു അത് കൊണ്ടേ പുഴുകി തിന്നെന്ന് പറഞ്ഞു. ഇതോടെ ഈ കൊച്ചു പേടിച്ചു പോയി. ഈ കൊച്ചു പിന്നെ എന്ത് ചെയ്താൽ മിണ്ടില്ല. ഇവളുടെ അടുത്ത് ഇവളെ കണ്ട പേടിയ കൊച്ചു ഫുൾ കരച്ചിൽ. ഞാൻ പറഞ്ഞു മോളെ ചേച്ചി പാവമാണ്, നസ്രീവിന് അവളെ പുന്നരിക്കുക ഫുൾ ചെയ്യണം, പക്ഷേ എന്തിട്ട് എടുക്കണില്ലേ. അപ്പം അങ്ങനെ ഫുൾ വട്ടായിരിക്കണം. എനിക്ക് ഈ സീൻ എടുക്കാനേ പറ്റുന്നില്ല. ഈ കുട്ടി അവിടെ ഇരിക്കുന്ന ക്യാമറ വെച്ചിട്ട് ഞാനും ക്യാമറാനും കൂടി ഇങ്ങനെ ഇരിക്കുക. മാഷാഅല്ലാ, കണ്ടില്ലേ പെൺപിള്ളേരുടെ മുമ്പിൽ ഷർട്ടും തുറന്നിട്ടിരിക്കണേ. ചുമ്മാ ഇരിക്കും മോളെ. ഇനി വേറെ എന്ത് വേണം? അമ്മ പഴയ എഴുത്തുകാരി, കാമുകി യുവ എഴുത്തുകാരി. ഇനി അങ്ങേർക്ക് രണ്ടുപേരും എഴുതുന്ന വായിച്ച് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കാലോ. നീ എന്തിനാ അസൂയപ്പെടുന്നേ? അവരമ്മ എന്നാലും സെർച്ച് ചെയ്യാം. അതെ. ഓ എന്നാ കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ. എന്തൊരു സാധനം ഇത്? പ്രൊഡ്യൂസറും ഭാര്യയും മകളൊക്കെ ഉണ്ട്, അവരൊക്കെ വന്നിട്ടുണ്ട്. അവരെ എല്ലാവരും അവരുടെ കൂടെ വന്ന കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരോട് മാറി നിന്ന് ഫുൾ ബഹളവും ചിരിന്ന കളി ഒക്കെ അത് കേട്ടുകൊണ്ടിരിക്കുക. ഇവർക്ക് ചിരിക്കാൻ കണ്ട സാധനം. ഞാൻ സൈലൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മിണ്ടാതായി. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങി ബഹളം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടായിരിക്കുമോ പ്ലീസ് എന്ന് ചോദിച്ചു. അപ്പോൾ മിണ്ടായിരുന്നു വേണം. കുറേ ഞാൻ ഇരുന്നൂറ്റി വീണ്ടും ബഹളം കേട്ടു. ഞാൻ പറഞ്ഞു ഇറങ്ങിപ്പോളോ, തമാശ പറയുന്നവർക്ക് ഇറങ്ങിപ്പോളോ, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് ഫുൾ ബഹളം വെച്ച് എല്ലാം ഇറങ്ങിപ്പോയി. ഷൂട്ടൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ എന്നാലും ഇന്ത്യയിൽ നാഷണൽ അവാർഡ് വാങ്ങിച്ച നടനെയാണ് ഇറക്കി വിട്ടത്. ഞാൻ പറഞ്ഞു നാഷണൽ അവാർഡോ? ആർക്ക്? സലീംകുമാർ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ ഇരുന്ന് തമാശ പറഞ്ഞത് പുള്ളിയാണ്. ഞാൻ പറഞ്ഞു ദൈവം സലീമേട്ടനോട് ഇറക്കി വിട്ടു. ഞാൻ അലിഞ്ചേട്ടൻ പറഞ്ഞു എന്ത് പണിയാണ് നീ കാണിച്ചത്, എന്നെ നീ ചീത്ത പറഞ്ഞു, ആ മനുഷ്യനെ നീ എന്ത് ഇറക്കി വിട്ടു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ അറിഞ്ഞില്ല, നീ വിളിക്കുകയാളെ എന്ന് പറഞ്ഞു. എന്നെ പുള്ളിനെ ഫോൺ ചെയ്തു, ചേട്ടാ ഇങ്ങനെ സംഭവം ഉണ്ട്, ഞാൻ കണ്ടില്ലായിരുന്നു, ഞാൻ വിചാരിച്ചപ്പോൾ മറ്റേ പടത്തിൽ പ്രൊഡ്യൂസറും ഭാര്യയെന്ന് വെച്ച് ഇറക്കി വിട്ടത്. അത് നിന്റെ സിനിമയിൽ ലൊക്കേഷനിൽ വന്ന് ബഹളം ഉണ്ടാക്കി, ഞാൻ ആരെങ്കിലും ഇറക്കി വിടണം, നീ ചെയ്താണ് കറക്റ്റ് എന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് പുള്ളിയോട് ഇങ്ങനെ സംഭവം ഉണ്ടായത്. അങ്ങനെ പിറ്റേ ഞായറാഴ്ച പള്ളിയിലിരിക്കുകയാണ് ഞാൻ. പ്രസംഗം എന്ന് പറഞ്ഞാൽ ബോറാണല്ലോ, അച്ഛൻ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. മിക്കവാറും പള്ളിയിൽ നിന്നാണ് എനിക്ക് കിട്ടാനായത് ഐഡിയ മൊത്തം. നമ്മുടെ പടത്തിൻ്റെ ഐഡിയസ് മൊത്തം പള്ളിയിലെ പ്രസംഗത്തിനിടയ്ക്ക് കിട്ടിയതാണ്. ആ സമയത്ത് നമുക്ക് വേറെ പണിയില്ല, ഇനി ചിന്തിക്കാം. അപ്പോൾ പ്രസംഗത്തിനിടയ്ക്ക് ഞാൻ ടീസർ എങ്ങനെ ഉണ്ടാക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പടത്തിനൊരു ടീസർ വേണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പട്ടാള ഭൂമി കാണിക്കാം ആദ്യം, അത് കാണിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നുമല്ല കഥ എന്ന് വെച്ച് വേറെ ഐറ്റം കാണിക്കാമെന്ന് വെച്ചു. അതാണ് അങ്ങനെ മനസ്സിലായി വെച്ച് വോയിസ് ഓവർ പഠിപ്പിക്കണം. അപ്പം സലീംകുമാറിനെ വിളിച്ചാലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ പുള്ളിനെ പിറ്റേ ദിവസം രാവിലെ വിളിച്ചു. ചേട്ടാ ഒരു കാര്യം പറയാനുണ്ട്. വന്നു, എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നുണ്ട്, ചേട്ടൻ്റെ മറ്റേ ഐറ്റം ഇല്ല ഇത് ആ ഐറ്റം ഇടണമെന്ന് പറഞ്ഞു. ഇതൊന്നുമല്ല ഗത. ആ പുള്ളി ഇവിടെ പറയാം. അങ്ങനെ പുള്ളി അത് പറഞ്ഞു. ഇതൊന്നുമല്ല ഗത. ദീപുള്ളിയാണ് പടത്തിലെ നായകൻ. ദീപുള്ളിയും പടത്തിന് മെയിൻ റോളാ. ദീപുള്ളിയും ഗസ്റ്റ് റോളാ. പക്ഷേ ഇത് ദീപളുടെ കഥയാണ്. ഇതാണ് പടത്തിന്റെ പേര്. അപ്പോൾ അങ്ങനെയാണ് അതായത് വോയിസ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് മാത്രം പോരാ, നമ്മുടെ പടം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ചേട്ടൻ്റെ വോയിസ് വേണം. അങ്ങനെയാണ് പുള്ളിനെ കൂടെ ഡബ് ചെയ്തത്. ഇത് ഇങ്ങനെ പുള്ളി പടത്തിൽ വരാൻ റീസണാണ്. ദൈവമായിട്ട് ഓരോ സംഭവങ്ങളും ഉണ്ടാക്കി കണക്ട്. ഞാൻ പറയും ഇത് മൊത്തം മേളിലുള്ള മാജിക്കാണ്. ഓം ശാന്തി വെച്ചാണ് എല്ലാം ഇങ്ങനെ വന്നതാണ്. നമ്മുടെ സിനിമയിലുണ്ടായ ഓരോ സീനും ഞാനിങ്ങനെ വേണം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഞാനും ഇതിനോ ഈ സിനിമ ഇങ്ങനെ ചെയ്യാം അങ്ങനെ വിചാരിച്ചാലോ തന്നെ ഇങ്ങനെ വന്ന് ഒഴുകി വന്നുകൊണ്ടിരിക്കുക. ആ ഒഴുക്ക് അടുത്ത പടത്തിൽ വന്നാൽ പടം വിജയിക്കും. അടൽ മനോരമയിൽ മിടുക്കി എന്ന് പറഞ്ഞ പരിപാടിയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവളുടെ ഫോട്ടോ കണ്ടു, ഇവൾ ചെയ്ത ഇതൊക്കെ കണ്ടു. കുട്ടി വിളിച്ചു. ഞാൻ വിചാരിക്കുന്നു പറഞ്ഞാൽ ഓം ശാന്തി ഓശാന, നിവിൻ പോളി നായകൻ, വിനീത് ശ്രീനിവാസൻ അഭിനയിക്കുന്നു, ലാൽ ജോസ് സാർ അഭിനയിക്കുന്നു, എൻ ജി പണിക്കർ അഭിനയിക്കുന്നു. പ്രൊജക്റ്റ് അത്യാവശ്യം കൊള്ളാവുന്ന പ്രൊജക്റ്റ് അല്ലേ. അപ്പോൾ അതിനെ വിളിക്കുന്നത് എങ്ങനെയാണ്, മോളെ ഇങ്ങനെ ഒരു റോളുണ്ട്, കഥ കേൾക്കണം. എനിക്ക് വേണ്ട. അല്ല അത് കഥ കേൾക്കൂ, ഞാൻ ചെയ്യുന്നില്ല. എന്തു പറ്റി? എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ആണോ? ഓക്കെ, കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞു ഇതിനടുത്ത് ഒരാളെ ചമ്മിപ്പോയി. സിനിമ എന്ന് പറഞ്ഞാൽ ചാടി വീഴുന്ന പെമ്പിള്ളേർ മാത്രമല്ല പുച്ഛമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇതും പറഞ്ഞ് നിന്നോട് ആരെ വിളിക്കാൻ പറഞ്ഞു. ഞാനൊരു ആഗ്രഹം കൊണ്ട് ചോദിച്ചല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പുതിയ ആളെ വെച്ച് ഞാൻ ശരിയാവില്ല. അങ്ങനെ കുറേ ആൾ ഒത്തിരി പേരെ നോക്കിയാൽ പുതിയ ആൾക്കാരൊക്കെ. പക്ഷെ അവർ പറഞ്ഞ പോലെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. അൽഫോൺസിൻ്റെ പടം ഇറങ്ങാൻ ഒരാഴ്ചയുള്ളൂ, നേരെ റിലീസ് ചെയ്യാൻ ഒരാഴ്ചയുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേരുടെ അടുത്ത് പറഞ്ഞാൽ നേരെ എങ്ങനെ ഇറങ്ങിയിട്ട് പൊട്ടാണെങ്കിൽ പിന്നെ ഇവളും ഇവന് വീണ്ടും വരുന്ന ചിലപ്പോൾ അലമ്പാവും, വെക്കരുന്നു അവളെ വെക്കരുന്നു. ഞാൻ നേരം അങ്ങനെ പൊട്ടാൻ സാധ്യതയില്ല. കാരണം അൽഫോൺസിനെ എനിക്കറിയാം, അവൻ 6 കൊല്ലമായിട്ട് കഷ്ടപ്പെട്ട് ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാളുടെ സിനിമ പൊട്ടില്ല, ഉറപ്പാണ്. ഞാൻ ഇവനെ വിളിച്ചാൽ ആദ്യം പറഞ്ഞു അൽഫോൺസായി ഇങ്ങനെ അവളെ നായികയാക്കില്ല. അപ്പോൾ അൽഫോൺസ് പറഞ്ഞു നിൻ്റെ ഇഷ്ടം, ഞാൻ ഒന്നും പറയില്ല എന്ന്. അന്ന് നീ അങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോൾ അല്ല നീയാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ
ശരി, ഞാൻ അവളത്ത് പറഞ്ഞു മോളെ ഒരു സ്റ്റോറി പറയാനുണ്ട്. ഞാൻ അവളെ പോയി കണ്ടു, കഥ പറഞ്ഞപ്പോഴത്തേനും അവൾ പറഞ്ഞു. പക്ഷെ അവൾ ആദ്യം അവൾ പറഞ്ഞൊരു കാര്യം, കുട്ടിയാവണ സീനുണ്ടല്ലോ, ഏറ്റവും അവസാനം ഒരു കുട്ടിയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവളത് ഭയങ്കര പ്രശ്നമായിട്ട് പറഞ്ഞു. അവൾ പറഞ്ഞു ചേട്ടാ ഞാൻ ഈ കൊച്ചൊക്കെ കുട്ടീനും കൊണ്ട് ആൾക്കാർ കൈയടിക്കായിരിക്കും കൂലായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു ആ ഏരിയ മാത്രമേ ഞങ്ങളുടെ പ്രശ്നം വന്നു. അവൾക്ക് അത് ആ ഏരിയ പ്രശ്നമായിരുന്നു. പക്ഷെ അതാരും ഭാഗ്യത്തിന് കുറ്റമൊന്നും പറഞ്ഞില്ല. അവൾ കണ്ട അത്യാവശ്യം മെച്ചൂരൊക്കെ തോന്നി ആ സമയത്ത്. എനിക്ക് വേണ്ടി ഗിരിയേട്ടനോട് സംസാരിച്ചതും അമ്മയുടെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ എനിക്ക് ബുദ്ധി പറഞ്ഞു തന്നതും കാഞ്ഞാണി ശ്രീലക്ഷ്മി കേസിൽ എനിക്ക് ധൈര്യം തന്നതും ഒക്കെ ഈ ഫ്രണ്ടാ. പക്ഷെ അതൊന്നും എന്നെ സഹായിക്കാൻ വേണ്ടി ആയിരുന്നില്ല. പൂച്ചയുടെ മുഖവും കുറുക്കന്റെ ബുദ്ധിയുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്രസാദ് വർക്കി. അങ്ങനെ ലൈഫ് മൊത്തം ഹാപ്പിയാണ്. പക്ഷെ ആണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, അവരാദ്യത്തെ കാമുകീനെ അങ്ങനെ ഇങ്ങനെ ഒന്നും മറക്കൂല. എന്താ മോൾക്ക് പേരിട്ടിരിക്കുന്നത്? ജൂലി. ജൂലി മോളെ. പൂജയുടെ പേരാ. പിന്നെ സ്റ്റോറി മൊത്തം പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവരില്ലായിരുന്നു ഈ സിനിമ ഓടില്ലായിരുന്നു. കാരണം അത് ഇവൾക്ക് വേണ്ടി എഴുതി വെച്ച ക്യാരക്ടറാണ്. ഫസ്റ്റ് ഹാഫൊക്കെ വെച്ചലക്കുമായിരുന്നു. ചുമ്മാ ക്യാമറ ഓൺ ആക്കിയിട്ട് നസ്രിയ വന്നാവും, ചുമ്മാ അവർ പോയാൽ മതി, ക്യാമറ മുമ്പിൽ നടന്നു പോയാൽ മതി. അതാണ് പൂജ. അതും പൂജയും ഇവിടെ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, കറക്റ്റ് പൂജയാണ്. ഇൻ്റർവെല്ലിന് ശേഷമാണ് മെച്യൂരിറ്റി കൊണ്ടുവരാൻ കഷ്ടപ്പെട്ടത്. അപ്പം മോളെ മെച്യൂരിറ്റി, അപ്പോൾ ചേട്ടാ എനിക്ക് വരില്ല മെച്യൂരിറ്റി. പക്ഷേ മെച്യൂരിറ്റിയൊക്കെ ഗംഭീരമായിട്ട് ചെയ്തോളൂ. ചുമ്മാ പറയണതാണ് അതൊക്കെ, എനിക്ക് വരില്ല എന്നൊക്കെ പറയും. പക്ഷേ ഗംഭീരമായിട്ട് ചെയ്തു. നസ്രിയയിൽ ആണ് ഓം ശാന്തി ഓശാനയുടെ മെയിൻ. വിപിൻ പോളി പോലും പടത്തിൽ വല്ലപ്പോഴൊക്കെ വരുന്ന ആളാണ്. പക്ഷെ അവന് അതായിരുന്നു ആദ്യം എന്നോട് ചോദിച്ചു, ചേട്ടാ ഞാൻ കുറച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, അത്യാവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു പല വേഷത്തിൽ വരാം, പട്ടാള വേഷത്തിൽ, പോലീസ് വേഷത്തിൽ, ചൈനീസ് വേഷത്തിൽ, വക്കീലിൻ്റെ വേഷത്തിലൊക്കെ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാട്ടിൽ വരുമ്പോൾ വക്കീൽ കോട്ടൊക്കെ ഇട്ടു. അവൻ ലാസ്റ്റ് ഇനിയും പറഞ്ഞു ഓവറാക്കണോ എന്നാ വേണ്ട, പോലീസ് മതി. 맞아. 참기 좋아 맞아. 너한테 맡아 sak해. 서세 맡아 sak해다. 저 참찜죠. sak해. അങ്ങനെ എന്താ പറയുക, എല്ലാം ഇതിൻ്റെ ഗുണതാണ്. നിവിൻ വിനീത് എല്ലാവരും നമ്മുടെ തന്നെ എനിക്കെന്തും പറയാറുള്ളത്, അല്ലാതെ ഇതാണ് സീൻ, ഇതാണ് ചെയ്യേണ്ടത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എടായി ചെയ്യടേ എന്ന് പറയണ്ടല്ലോ. വിനീത് പോലും അന്നൊരു ദിവസം വന്ന് മറ്റേ സീനുണ്ട്, ഒരു ബീച്ചിലെ സീനുണ്ട്, കടലിനോട്. അത് ഞാൻ ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലല്ല ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ, ഒരു സീൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ സാധാരണ രണ്ടുപേരും ഇരിക്കണമായിരിക്കും, അവർക്കൊന്നും ചെയ്യേണ്ടാവില്ല. പറഞ്ഞു അപ്പോൾ ഒരു ഷോട്ട് ഇവിടെ വയ്ക്കും, ഒരു ഷോട്ട് അവിടെ വയ്ക്കും, ഭയങ്കര ബോറാണ് അങ്ങനെ കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കേണ്ട എല്ലാ സീനിലും ഞാൻ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പണി കൊടുക്കും. ഒന്നില്ലെങ്കിൽ കടൽ ഓടിക്കാനോ അല്ലെങ്കിൽ മറ്റേ അയൺ ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു സീനിൽ ഇവള് വീട്ടിൽ വരുമ്പോൾ അവൻ്റെ അമ്മ കഷ്ടപ്പെട്ട് എന്തൊക്കെ പണിയിരുന്ന് പറയുക, കാടിവെള്ളം കൊണ്ടുവന്ന് പശുവിന് കൊടുക്കുന്നു, ഓലയെടുത്ത് വെട്ടുന്നു, ചൂരുണ്ടാക്കുന്നു. ചേച്ചിയുടെ പറയാം എന്തിനു പണിയെടുപ്പിക്കണോ? ഞാൻ ചേച്ചി ആ സീൻ ഭയങ്കര ബോറാണ്, ആക്ടിവിറ്റീസിലേ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നിർത്തി. ആരിത്? കുട്ടി ഡോക്ടറോ? എൻട്രൻസ് കിട്ടിയെന്ന് റേച്ചില് പറഞ്ഞു. എന്നാ പോണേ? മറ്റന്നാൾ ക്ലാസ് തുടങ്ങും, നാളെ പോണം അമ്മേ. ആ ഗിരിയേട്ടൻ എവിടെ? ആ അവൻ അമ്പലത്തിൽ പോയല്ലോ മോളെ. എന്നെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് മഴനേം പോയല്ലേ. എപ്പോഴാ വരാ? അയ്യോ അവൻ ഇവിടുത്തെ അമ്പലത്തിലേക്കല്ല പോയത്. ആ കുറച്ചു നാളായി അവൻ പറയണു എന്റെ സ്കോളർഷിപ്പൊക്കെ കിട്ടിയായിരുന്നു. ഞാൻ തനിച്ചാവെന്ന് കരുതി അവൻ ഇത്രയും നാളും പോവാതിരുന്നേ. ഇപ്പൊ അവൻ അവന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം നടത്താൻ പോയി. അവസാനം അത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. ആകെ കുഴപ്പമായി. ആ പെങ്കൊച്ചിന്റെ വീട്ടുകാർക്ക് ഇവനോടായി ദേഷ്യം മുഴുവൻ. ഇവളവനോട് മറ്റേ ബീച്ചിൽ ഇങ്ങനെ വരിക, നടന്നു വന്നോട് എന്ത് ബോറടെ, ഒരു രസമില്ല. വിനീത് എന്ത് ചെയ്യും? നമ്മൾ കടൽ കുറച്ചോ, നമ്മൾ കടലെല്ലാം കൊടുക്കണല്ലേ. നമ്മൾ
ഇങ്ങനെ ഇട്ട് പിടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താണ് അപ്പോൾ കൊടുത്ത സാധനം. പിന്നെ ഇത് എൻ്റെ പറയാം ഇത് വർക്കൗട്ട് ആവില്ലെന്ന് പറഞ്ഞു. നമ്മൾ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അത് വർക്കൗട്ടായി. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഭൂരിഭാഗം പേർക്ക് ഇഷ്ടപ്പെട്ടത്. ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയ ആള്. ഒരുപാട് ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടം. പിന്നെന്താ പ്രശ്നം? ആൾക്കെന്നെ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് അയാൾ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഒരിക്കൽ ഇഷ്ടമാന്ന് പറഞ്ഞപ്പോൾ കുട്ടിയാന്ന് പറഞ്ഞു. അതന്നല്ലേ, ഇപ്പൊ വലുതായില്ലേ, ഇപ്പൊ പറയാലോ. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അതെന്താ? ആളെ പണ്ടൊരു പെണ്ണ് പറ്റിച്ചതാ. ഇപ്പോഴും അതൊക്കെ തന്നെയാന്ന് തോന്നുന്നു മനസ്സിൽ. അതെ, എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി ഇരുന്ന് സംസാരിക്കാം. അതുപോലെ സാധനങ്ങൾ ഇതുപോലെ എങ്ങനെ നമ്മളങ്ങനെ തോന്നി ചെയ്തുകൊണ്ടാണ്. മഴയത്ത് ഇവളുടെ തലയിൽ ഒരു ഓലക്കൂടെ കൊടുക്കുന്ന സീനുണ്ട്. അത് സ്കോർ വന്നപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് ഭയങ്കര ആ സീൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ്. ആ സീൻ ആദ്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പടത്തിൻ്റെ ഇതിന് സ്റ്റോറി പറഞ്ഞ സമയത്ത് ഉണ്ടായിരുന്ന ഒരു 3-4 സീനിൽ ഒരു സീനായിരുന്നു ഇത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ഭയങ്കര വിഷ്വൽ വന്നു. അത്രയും വന്നൊന്നുമില്ല, എൻ്റെ മനസ്സിൽ വന്ന വിഷ്വൽ ഭയങ്കരമായിരുന്നു. ഞാൻ ഇതിനെടുത്ത് പറയാം ഇത് ഈ സീന് പൊളിക്കുന്നു പറഞ്ഞു. കല്ലമ്പലത്തിലെ സീനും ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ വന്നത്. പക്ഷേ കല്ലമ്പലം അത്ര എത്തിയില്ല. പക്ഷേ ഇതിൽ ഉള്ള സീൻ എനിക്ക് ഭയങ്കര ഫീലായത്. അത് ബേസിക്കലി ഷാൻ്റെ സ്കോർ വന്നപ്പോഴാണ്. ആ സീൻ കണ്ടപ്പോൾ ഇത് എൻ്റെ സിനിമയല്ല എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. ഇത് ഭയങ്കര ആ സീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ മഴ കാണാൻ വന്നതാ. മഴ വരെ പാടത്തേക്ക് ഇറക്കാൻ നീ മാക്കാത്തവിടെ വീട്ടിൽ പൊടി അല്ലേ നിനക്ക് വീട്ടിൽ പൊടി. മഴ കാണാൻ വന്നേക്കും. പിന്നെ കുറേ സീനിൽ എൻ്റെതായ കുറേ സാധനങ്ങൾ ഇടാൻ നോക്കിയിട്ടുണ്ട് ഞാൻ. പക്ഷെ അതൊന്നും അതിൻ്റെതായ ഒരു പൂർണ്ണതയിൽ എത്തിയില്ല. അതുകൊണ്ട് അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല. അത് കുറേ പേരെന്നെ വിളിച്ചു ആ ഷോട്ട് കലക്കി ഈ ഷോട്ട് കലക്കി. അപ്പോൾ പ്ലാൻ ചെയ്ത പോലെ വന്നിരുന്നു എന്താ ആരും ഞാൻ ചിന്തിക്കുക. ഈ സീൻ മാത്രം കാരണം അത് അത്ര എളുപ്പമല്ലായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. കാരണം കുറച്ച് പാടായിരുന്നു ഷൂട്ട് ചെയ്യാൻ. പക്ഷെ എന്നാലും അത് ഭംഗിയായിട്ട് വന്നത്. ആ സീൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു ഡയറക്ടറാണ് എന്ന് തോന്നി. എന്നെ വിളിച്ച ആൾക്കാർ യൂണികൃഷ്ണൻ സാർ ഇപ്പോൾ ലാസ്റ്റ് പടം റിലീസായി 100 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി DVD കണ്ട് രാവിലെ 8 മണിക്ക് എന്നെ വിളിച്ചു. 8:15 കണ്ടേ ഞാൻ ഉറങ്ങുമായിരുന്നു. നമുക്ക് യൂണികൃഷ്ണൻ ഞാൻ വിലക്കുമല്ലായിരിക്കും കർത്താവ്. ഞാനാകെ പേടിച്ച് ഞാൻ ഉറങ്ങുമായിരുന്നു. ഞാൻ എന്നെ ഇനി എന്തിനാ വരക്കണം, ഞാൻ എന്ത് ചെയ്തു? ഹലോ സാറ് പറഞ്ഞു എടാ ഞാൻ ഇന്നലെയാണ് ഓംശാന്തി ദിവസമാണ് കണ്ടത്, DVD ഇട്ട് കണ്ടത്. ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിടാ. ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിൻ്റെ പീക്ക് ഏതാണോ അവിടെ അത്ര എത്തി. ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ പുള്ളി എന്നെ പുകഴ്ത്തുവാണ്. അങ്ങനെ സത്യം പറഞ്ഞാൽ രോമാഞ്ചം വന്നിരിക്കും. ഞാൻ പറഞ്ഞ സാർ ആദ്യം ഞാൻ കരുതി വിലക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. സാറ് ഇല്ലടാ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പം അതുപോലെ ഒത്തിരി പേരെന്നെ വിളിച്ചു. മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രമല്ല തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു ദിഗ്വിജയ് സിംഗ് അങ്ങനെ ഒരു സാറുണ്ടായിരുന്നു. പുള്ളി എന്നെ വിളിച്ചു. പുള്ളിനെ എനിക്ക് ഒരു പരിചയമില്ല. പുള്ളി എനിക്ക് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഇന്ന സിനിമയുടെ ക്യാമറമാനാണ്. ശരി സാർ പറയുന്നു. പുള്ളിയൊക്കെ ഒത്തിരി എന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാം ഞാൻ എന്താ ചെയ്യുന്നത് ഈ സിനിമ. അപ്പോൾ ഇതുകൊണ്ട് ഇവർ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് വണ്ടറാണ്. ഞാനങ്ങനെ കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അപ്പോൾ ഓസ്കാർ കിട്ടില്ല ആ ലെവലിൽ. അപ്പോൾ ഇവരെല്ലാം പറയണതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം സിനിമ വിജയിച്ചതിനേക്കാളും കൂടുതൽ ഇവരെ പോലെ വലിയ വലിയ ആൾക്കാർ ഒരാൾ ഇപ്പോൾ ഞാൻ പോലും ഇപ്പോൾ ഞാൻ ഇത്രയും ഇപ്പോൾ വന്ന ഒരാളാണ്. ഇപ്പോൾ വേറെ ഒരു പുതിയൊരു പയ്യൻ ഒരു പടത്തിൽ ഒരു വേഷം ചെയ്ത് അവനെ കാണുമ്പോൾ തന്നെ നമ്മൾ കുഴപ്പമില്ല അത്രേ പറയുള്ളൂ. വലിയ കുഴപ്പമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാക്കുകൾ വരാൻ ഭയങ്കര പാടായിരിക്കും. ഒരാളെ കുറിച്ചൊരു കൊള്ളാമെന്ന് പറയാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷേ ഇവരുടെയൊക്കെ മെയിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെപ്പോലുള്ള പുതിയൊരാളെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഞാൻ അതൊക്കെയാണ് എനിക്ക് ഏറ്റവും സന്തോഷം. പിന്നെ ഞാൻ ഇത് കാണുന്നത് എൻ്റെ സിനിമ കാണുന്നത് എൻ്റെ വീട്ടുകാരോട് അപ്പൻ അമ്മ ചേട്ടത്തി എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരെല്ലാവർക്കും അത്രയൊന്നും ഇഷ്ടമാവാറില്ല. എല്ലാ സിനിമയൊന്നും അങ്ങനെ ഇഷ്ടമാവാറില്ല. മാത്രമല്ല ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ഓൾറെഡി ഞാൻ വായിക്കാൻ കൊണ്ട് എല്ലാവരും വായിച്ചാണ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എടുത്ത് പറഞ്ഞത് ഒരു സാധാരണ കഥയാണ്, ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇത് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അവർ സിനിമ കണ്ടിട്ട് ഒത്തിരി ഇഷ്ടമായി അവർക്ക് മാത്രമല്ല അല്ലാതെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോഴൊക്കെ ഈ പറഞ്ഞ ആദ്യത്തെ അപ്പോൾ എല്ലാവരും ഒരു പയ്യനെനിക്ക് എൻ്റെ ഇതിൽ മെസ്സേജ് ചോദിച്ചു ചേട്ടാ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ചേട്ടൻ എന്ത് തോന്നിയെന്നൊക്കെ. എനിക്കൊന്നും തോന്നിയൊന്നുമില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഫസ്റ്റ് ഡേ പിള്ളേരെ ഇടയ്ക്ക് കൈയടിക്കണ്ടേ വെച്ചാൽ രക്ഷപ്പെട്ട് ഇടയ്ക്ക് ചെറിയ കൂലൊക്കെ തുടങ്ങുമ്പോഴേക്കും അത് ആരും കൈയടിച്ച് മാറ്റും രക്ഷപ്പെട്ട് അങ്ങനെ ആയിരുന്നു എനിക്ക്. പടം റിലീസ് എഴുതി കാണിച്ചു ജൂഡാന്ന് ന്യൂസ് ഓഫ് സിനിമ ഞാനൊക്കെ ഇറങ്ങിപ്പോകും. ഞാൻ പറയാം ആദ്യ സിനിമ ഞാൻ ഇതിനു മുമ്പ് ചെയ്യാറുന്ന സിനിമ റിലീസായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ കണ്ടിന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇമോഷണലൊക്കെയാണ്. പക്ഷെ ഇതിൽ ഞാൻ പറഞ്ഞാൽ അതൊക്കെ പോയി, ആ ലെവലൊക്കെ പോയി. ആദ്യ സിനിമ വിജയിച്ചതിൻ്റെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഞാനങ്ങനെ ഇപ്പോഴും ഞാൻ പോകുന്നത് ബസ്സിൽ തന്നെയാണ്, യാത്രയാണ്. എല്ലാവരും കാണാറുണ്ട്. ഞാൻ എൻ്റെ വീടിന് മുമ്പിൽ ബസ് സ്റ്റോപ്പാണ്.
അവിടെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ആൾക്കാരിങ്ങനെ ബസ്സിൽ പോകണോ എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ഇത്രയും കാലം പോയി ആരും ചോദിച്ചില്ലല്ലോ, ഇപ്പോഴല്ലേ ചോദിച്ചോളൂ. അതുപോലെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഓം ശാന്തി ഓശാനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ പറഞ്ഞ ഏരിയയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലൈഫിൽ എന്നും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന നിമിഷങ്ങളൊക്കെ പറഞ്ഞു.